ലോക പരിസ്ഥിതി ദിനത്തിൽ വ്യത്യസ്തമായ ഒരു മെഡിക്കൽ കോളേജ് ക്യാമ്പസിനെ കുറിച്ച് നമുക്കറിയാം. ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞതുമായ നിരവധി പ്രമുഖർ നട്ട് ജീവജലം പകർന്ന നിരവധി വൃക്ഷങ്ങൾ ഈ ക്യാമ്പസിൽ തണലും ഊർജവും പകർന്നു നൽകുന്നുണ്ട്. ആ ക്യാമ്പസിലേക്ക് നമുക്കൊന്ന് പോകാം. നെയ്യാറ്റിൻകര നൂറുൽ ഇസ്ലാം എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദന്തൽ കോളേജിന്റെയും നിംസ് ആശുപത്രിയുടെയും ക്യാമ്പസിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിട്ടുള്ള മഹാരഥന്മാർ നട്ട് ജീവജലം പകർന്ന വൃക്ഷങ്ങളാണ് വളർന്ന് പന്തലിച്ചു നിൽക്കുന്നത്. ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ, സ്വാതന്ത്ര്യ സമരസേനാനി കെ.ഇ. മാമൻ, ഗാന്ധിയൻ ഗോപിനാഥൻ നായർ, എ.കെ. ആന്റണി, ഡോക്ടർ എൻ. കലാസെൽവി, ജസ്റ്റിസ് പി. സദാശിവം, പത്മശ്രീ പാറശാല പൊന്നമ്മാൾ, പത്മശ്രീ തിലകൻ, വിവിധ മന്ത്രിമാർ തുടങ്ങിയവർ നട്ട ഫലവൃക്ഷങ്ങളാണ് ഇവയൊക്കെ. വിവിധയിനം പ്ലാവ്, മാവ്, മാതളം, പേര, കണിക്കൊന്ന ഉൾപ്പെടെയുള്ള ചെറുവൃക്ഷങ്ങളും ക്യാമ്പസിൽ തലയെടുപ്പോടെ നിൽക്കുന്നു. ക്യാമ്പസിലെ പാർക്കിംഗ് സ്ഥലം മുതൽ ഓരോ വൃക്ഷത്തൈകളും നട്ട പ്രമുഖരുടെ പേരുകളും നട്ട കാലവും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പറന്നിറങ്ങുന്ന പക്ഷികൾക്ക് കൂടൊരുക്കാനും പഴങ്ങൾ ഭക്ഷിച്ചു മടങ്ങാനും ആകും എന്നതും പ്രത്യേകതയാണ്. 2008 നിംസ് മാനേജിംഗ് ഡയറക്ടർ MS ഫൈസൽ ഖാന്റെ നേതൃത്വത്തിൽ താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 1,00,000 വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടായിരുന്നു ഈ ആശയത്തിന് തുടക്കമിട്ടത്. ഇവിടെ വന്നിട്ടുള്ള മഹാരഥന്മാരെല്ലാവരും തന്നെ ഇവിടെ ഒരു ചെടി അല്ലെങ്കിൽ ഒരു വൃക്ഷം നട്ട് അവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാക്കി പോയിട്ടുള്ളവരാണ്. അതിൽ പലരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. എന്നാൽ പോലും അവരുടെ ഓർമ്മ പോലെ തന്നെ ജ്വലിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ നമ്മുടെ ആശുപത്രിയുടെ മുന്നിൽ തന്നെ ഒരുപാടെണ്ണം കാണാം. അവ നൂറ്റാണ്ടുകളോളം നമ്മൾ പറഞ്ഞ മഹാരഥന്മാരെല്ലാം പോയതിന് ശേഷവും നൂറ്റാണ്ടുകളോളം ഇനി വരുന്ന തലമുറയ്ക്കും അവരുടെ ഓർമ്മയുടെയും കരുതലിൻ്റെയും പ്രതീകമായി എന്നെന്നും നിലകൊള്ളുന്നു. പുഴ നടത്തം, പുഴയോരത്തെ സംരക്ഷിക്കുന്നതിന് കണ്ടൽ ചെടികൾ നട്ടുവളർത്തൽ തുടങ്ങിയവ നിംസ് ഹരിതകത്തിന്റെ ഭാഗമായി. ആശുപത്രിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിന്റെ രക്ഷിതാക്കൾക്കും കുഞ്ഞുമായി വീട്ടിൽ മടങ്ങുമ്പോൾ ഓരോ ഫലവൃക്ഷത്തൈകൾ നൽകുന്ന കാര്യത്തിലും നിംസ് ഹരിതകം പദ്ധതി ശ്രദ്ധിച്ചു. ഇത്തരത്തിൽ 50,000-ലധികം വീടുകളിൽ തന്റെ കുഞ്ഞിനോടൊപ്പം ഓരോ വൃക്ഷത്തൈകളും വളരുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പരിസ്ഥിതി ദിനത്തിൽ